ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. സദാ നാമം ജപിക്കുന്ന നാരദനേക്കാൾ, വിഷ്ണുവിനെ ചുമലിലേറ്റി പറക്കുന്ന ഗരുഡനേക്കാൾ ഭക്തിയും ശക്തിയുമുള്ള ആളായിരുന്നു ഹനുമാൻ. എന്താണ് ഹനുമാന്റെ ഭക്തിയുടെയും ശക്തിയുടെയും രഹസ്യം? കടൽ ചാടിക്കടക്കാനും സൂര്യനെ ചാടിപ്പിടിക്കാനും മലയിളക്കി പറക്കാനും കഴിയുന്ന ഹനുമാൻ എപ്പോഴും വിനീതനായിരുന്നു എന്നത് ശ്രദ്ധേയമാണ്. താൻ രാമന്റെ ദാസനാണെന്ന് പറയാനായിരുന്നു ഹനുമാനിഷ്ടം. സുഗ്രീവനൊപ്പം നടക്കുമ്പോഴും ഹനുമാൻ ഒരു വിശ്വസ്ത ദാസനായിരുന്നു. ഈ വിനയമാണ് ഹനുമാന്റെ മഹത്വം. വിനയം ശീലിക്കുക, അത് നമ്മുടെ ജീവിതത്തെ മഹത്തരമാക്കും. നൂറുകണക്കിന് ഭാരതീയ ആചാര്യന്മാരും ഋഷികളും പണ്ഡിതന്മാരും കാലാകാലങ്ങളായി രചിച്ച അനേകം ഭക്തിഗാനങ്ങളും സ്തോത്രങ്ങളും നമുക്കുണ്ട്. ഇത്രത്തോളം സമ്പന്നമായ ഒരു കീർത്തന ശാഖ ഹിന്ദുമതത്തിലല്ലാതെ മറ്റൊരു മതത്തിലും ഉണ്ടാവുകയില്ല. ഭാഷയുടെ അതിർവരമ്പുകൾ കടന്ന് അത്തരം പ്രാർത്ഥനാ ഗീതങ്ങൾ കണ്ടെത്തി പ്രയോജനപ്പെടുത്തുക. ഇനി ഇന്നത്തെ സന്ധ്യാനാമം കേൾക്കാം. പലുക്കേ ബംഗാരമായന, പലുക്കേ ബംഗാരമായന, കോദണ്ഡ പാണി 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 പലുക്കേ ബംഗാരമായന, പലുക്കേ ബംഗാരമായ പിലുചീന പലുക വേമി കലലോ నీ నామస్మరణ మరవచగని తండ్రి పలుకే బంగారమాయన, పలుకే బంగారమాయ పిలుచీన పలుక వేమి కలలో నీ నామస్మరణ మరవచగని తండ్రి పలుకే బంగారమాయన, ఇరవు కనిసుకలోన కొరలీన ఉడుతూ భక్తికి కరుణించి బ్రోచితివని నెరనమ్మిది నిల్వే తండ్రి పలుకే బంగారమాయన, ఇరవు కనిసుకలోన కొరలీన ఉడుతూ భక్తికి కరుణించి బ్రోచితివని నెరనమ్మిది నిల్వే తండ్రి పలుకే బంగారమాయన, శరణాగరత్రాణ బిరుదాగుడవు గావ కరుణించు భద్రాచల వరరామదాస పోష పలుకే బంగారమాయన, శరణాగరత్రాణ బిరుదాగుడవు గావ కరుణించు భద్రాచల
ಭದ್ರಾಚಲ ವರ ರಾಮದಾಸ ಭೂಷ ಪಲುಕೆ ಬಂಗಾರಮಾಯನ ಕೋದಂಡ ಪಾಣಿ ಪಲುಕೆ ಬಂಗಾರಮಾಯನ ಕೋದಂಡ ಪಾಣಿ ಪಲುಕೆ ಬಂಗಾರಮಾಯನ. സനാതനധർമ്മം പ്രകൃത്യാനുകൂലമായ ആചാരാനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും കൂടിക്കലർന്നതാണ്. ഭാരതീയ ദൈവസങ്കല്പങ്ങളും വിശ്വാസങ്ങളുമെല്ലാം പ്രകൃതിയുമായി ബന്ധപ്പെട്ടു കിടക്കുന്നു. വൃക്ഷലതാദികളും മൃഗപക്ഷിജാലങ്ങളുമെല്ലാം ആരാധനാപാത്രമാകുന്ന ഒരു സംസ്കാരത്തിൽ കാവുകളുടെ പ്രസക്തി വിശദമാക്കുകയാണ് ഇന്നത്തെ കഥയമമ്മ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥയമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. പ്രകൃതിയെ മുഴുവൻ ഈശ്വരനായിട്ട് സങ്കല്പിക്കാൻ നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചക്കാലം മുഴുവൻ പല വസ്തുക്കളിൽ ഈശ്വരനെ കാണാനായി പഠിച്ചു. ആൽമരത്തിൽ, ഭാരതപ്പുഴയിൽ, മലകളിൽ എല്ലാം നിറഞ്ഞു നിൽക്കുന്നത് ഒരേ ഈശ്വരൻ തന്നെയാണ് എന്ന് നമ്മൾ പഠിച്ചു. ആ മുഴുവൻ പ്രകൃതി സങ്കല്പത്തിലുള്ള ഈശ്വര ചൈതന്യത്തെ ഒരൊറ്റ സ്ഥലത്ത് നമുക്ക് ദർശിക്കാൻ സാധിക്കുമെങ്കിൽ ആ സങ്കല്പത്തെ വിളിക്കുന്ന പേരാണ് കാവ് എന്നുള്ളത്. കാവിൻ്റെ പാരമ്പര്യം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ അല്ലെങ്കിൽ ദ്രാവിഡമായിട്ടുള്ള ആരാധനയുടെ പാരമ്പര്യം കൂടിയാണ്. കാവുകൾ നമ്മളുടെ അഭിമാനമാണ്. ആ കാവുകളുടെ നിലനിൽപ്പിലായിരുന്നു നമ്മളുടെ നാട് നിലനിന്നിരുന്നത്. എന്നാണോ കാവുകൾ ഇല്ലാതായി തുടങ്ങിയത് അന്ന് തൊട്ടാണ് നമ്മുടെ ധർമ്മത്തിനും ഒപ്പം ഈ പരിസ്ഥിതിക്കും വലിയ തരത്തിലുള്ള ആഘാതങ്ങൾ വന്നു തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സനാതനധർമ്മത്തിൽ ഈ കാവുകൾക്കുള്ള പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇന്നേ ദിവസം നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇന്ന് പൊതുവിലുള്ള ഒരു ധാരണയുണ്ട്, കാവുകൾ എന്നുള്ളത് എന്തോ കുറച്ച് കുറഞ്ഞ ഒരു ആരാധനാലയവും ക്ഷേത്രം എന്ന് വിളിക്കപ്പെടുന്നത് വളരെ മഹത്തരമായിട്ടുള്ളൊരു ആരാധനാലയം. അങ്ങനെ രണ്ട് ചിന്തയിൽ ഈ രണ്ട് ആരാധനാ സമ്പ്രദായങ്ങളെ കാണുന്ന വലിയൊരു വിഭാഗം ആളുകളുണ്ട്. ഞങ്ങൾ ക്ഷേത്രങ്ങളിൽ മാത്രമേ പോകാറുള്ളൂ, അവിടെയാണ് എല്ലാം കൃത്യമായി നടക്കുന്നത്, അവിടെയാണ് ശരിയായ ഈശ്വരനുള്ളത് എന്നൊക്കെ പറയുന്ന മനുഷ്യരെയും പലപ്പോഴായും കാണാൻ സാധിച്ചിട്ടുണ്ട്. നമ്മൾ ആരും തന്നെ കാവാണോ വലുത്, ക്ഷേത്രമാണോ വലുത്, അതിലെവിടെയാണ് കൂടുതൽ ചൈതന്യം എന്നൊന്നും പരിശോധിക്കാൻ അർഹരല്ല എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. കാരണം ഈ എല്ലാ സമ്പ്രദായങ്ങളും കൂടെ ചേർന്നതാണ് സനാതനധർമ്മം. ഇവിടെ കാവിനും സ്ഥാനമുണ്ട്, ഇവിടെ ക്ഷേത്രങ്ങൾക്കും സ്ഥാനമുണ്ട്, ഇവിടെ വ്യക്തിപരമായിട്ടുള്ള വീട്ടിലുള്ള ആരാധനയ്ക്ക് സ്ഥാനമുണ്ട്. ഇങ്ങനെ എല്ലാത്തിനും സ്ഥാനമുള്ള ഒരു ധർമ്മമാണ് സനാതനധർമ്മം. ഇതൊക്കെ ഒരു മാലയിൽ കോർത്ത മുത്തുപോലെ ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് ഈ ധർമ്മം കൂടുതൽ ശക്തി പ്രാപിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാവിനുള്ള മാഹാത്മ്യം ക്ഷേത്രത്തിനുമുണ്ട്, ക്ഷേത്രത്തിനുള്ള മാഹാത്മ്യം കാവിനുമുണ്ട് എന്ന് മനസ്സിലാക്കുക. അതിൽ കാവിൻ്റെ മാത്രം കുറച്ച് പ്രത്യേകതകളെക്കുറിച്ച് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒരു ക്ഷേത്രം എന്ന് പറയുമ്പോൾ അവിടെ കൃത്യമായിട്ടുള്ള നിയമം പാലിക്കേണ്ടതാണ്. അവിടെ കൃത്യസമയത്ത് നട തുറക്കുന്നു, കൃത്യസമയത്ത് നട അടയ്ക്കുന്നു, ഇത്ര പൂജകൾ നടക്കുന്നു, അത് നിത്യപൂജാ സമ്പ്രദായത്തിൽ നടക്കണമെങ്കിൽ അങ്ങനെ ചെയ്യുന്നു. ഇങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു സ്ട്രക്ചറിൽ ഒരു വിധിക്കപ്പെട്ട രീതിയിൽ തന്നെ ആരാധന നടക്കുന്ന കേന്ദ്രമാണ് ക്ഷേത്രങ്ങൾ. എന്നാൽ കാവിലേക്ക് വരുമ്പോൾ അവിടെ പലപ്പോഴും ഇത്ര നിയമങ്ങളുടെ ഒരു കെട്ടുപാടുകൾ നമുക്ക് കാണാൻ സാധിക്കില്ല. നമുക്ക് ഏത് സമയം വേണമെങ്കിലും കാവിലേക്ക് പ്രവേശിക്കാം. ശരീരത്തിന് ശുദ്ധി ഉണ്ടായാൽ മതി, മനസ്സിന് ശുദ്ധി ഉണ്ടായാൽ മതി, വാക്കിന് ശുദ്ധി ഉണ്ടായാൽ മതി. ഉച്ച സമയത്ത് വേണമെങ്കിൽ ഉച്ചയ്ക്ക് പോവാം, രാവിലെ പോകണമെങ്കിൽ രാവിലെ പോവാം. നമ്മളാണ് അവിടുത്തെ ആരാധന ക്രമീകരിക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് മുമ്പ് ആ കാവ് ആരാണോ പരിപാലിച്ചിരുന്നത് അദ്ദേഹത്തെ പോലുള്ള ഗുരുജനങ്ങളുടെ ഉപദേശപ്രകാരം വേണം പിന്നീടുള്ള കാലം ആ കാവിനെ കൊണ്ടു നടക്കാൻ. ഈ രണ്ട് പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളാണ് ഒരു ക്ഷേത്ര സംസ്കാരവും കാവ് സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എടുത്തു പറയാനുള്ളത്. രണ്ട്, കാവ് എന്ന് വിളിക്കപ്പെടുന്ന രീതി കുറച്ചുകൂടെ കൂടുതൽ ക്ഷേത്രത്തെക്കാൾ കൂടുതൽ പ്രകൃതിയുമായിട്ട് ഇണങ്ങിയ ഒരു ആവാസ വ്യവസ്ഥയാണ്. അവിടെ എല്ലാ തരത്തിലുള്ള ജീവജാലങ്ങൾക്കും സ്ഥാനമുണ്ട്. അവിടെ മരങ്ങളെ ആരാധിക്കുന്നുണ്ട്, ആ കാവിൽ താമസിക്കുന്ന ജന്തുമൃഗാദികളെ ആരാധിക്കുന്നുണ്ട്, അവിടെയുള്ള ഉരകങ്ങളെ, സർപ്പങ്ങളെ ആരാധിക്കാറുണ്ട്. ഇതെല്ലാം കൂടെ ചേരുന്നതാണ് ഒരു കാവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ക്ഷേത്ര സംസ്കാരം നമ്മുടെ കേരളീയ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ്
ഇവിടെ ആദ്യകാലത്ത് നിലനിന്നിരുന്നത് കാവ് സങ്കല്പങ്ങളാണ് എന്ന് പല ചരിത്രകാരന്മാരും പണ്ഡിതന്മാരും അഭിപ്രായപ്പെടാറുണ്ട്. ആ കാവിലിരിക്കുന്ന ദേവതകളായിരുന്നു ആദ്യകാലത്ത് നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നത് എന്നാണ് വലിയൊരു അവകാശവാദം. ആരൊക്കെയാണ് ആ ദേവതകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് ഭഗവതി തന്നെ. അതിൽ തന്നെ കാളി ഭഗവതിയുടെ സാന്നിധ്യം കാവുകളിൽ നിരന്തരം ഉണ്ടാവും എന്നാണ് പൊതുവിൽ പറയാറുള്ളത്. ഇപ്പം കേരളത്തിൽ തന്നെ 13 ശാക്തേയ കാവുകളെ കുറിച്ച് നമ്മൾ സംസാരിക്കാറുണ്ട്. വളയനാട് കാവും തിരുമാന്താംകുന്ന് കാവും കൊടുങ്ങല്ലൂർ കാവും ഒക്കെ അടങ്ങുന്ന ഈ 13 സ്ഥലങ്ങളെയും നമ്മൾ ഇപ്പോഴും വിളിക്കുന്നത് ക്ഷേത്രത്തിൻ്റെ ഒരു രീതിയിലാണ് അവിടുത്തെ സമ്പ്രദായങ്ങളെങ്കിൽ പോലും അതൊക്കെ ഇന്നും കാവുകൾ തന്നെയാണ്. ദേവി കാവിലിരിക്കാൻ താല്പര്യപ്പെടുന്നവളാണ്, അവൾ കാവിലമ്മയാണ്. പിന്നീട് നമുക്ക് കാവിലെ ആരാധനയിൽ കാണാൻ പറ്റുന്ന ഏറ്റവും വിശേഷപ്പെട്ട ദേവതാഭാവം നാഗങ്ങളാണ്. നമ്മുടെയൊക്കെ പലരുടെയും തറവാടുകളിൽ പണ്ട് നാഗക്കാവുകൾ ഉണ്ടായിരുന്നു. നാഗങ്ങളെ ആരാധിക്കുന്നതും കാവ് സങ്കല്പത്തിലാണ്. ശാസ്താവിൻ്റെ രൂപമായിട്ടുള്ള അയ്യപ്പനും കാവുകളാണ് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നത്. യക്ഷിക്ക് ഇവിടെ കാവുകൾ ഉണ്ടായിരുന്നു, ഗന്ധർവന് ഇവിടെ കാവുകൾ ഉണ്ടായിരുന്നു, ഹനുമാന് ഇവിടെ കാവുകൾ ഉണ്ടായിരുന്നു, ഗരുഡന് ഇവിടെ കാവുകൾ ഉണ്ടായിരുന്നു. ഇത്രയധികം വിപുലമായിട്ടുള്ള ഒരു കാവ് പാരമ്പര്യം കേരളത്തിന് അവകാശപ്പെടാനുണ്ട്. പ്രത്യേകിച്ച് നാഗാരാധനയിലൊക്കെ കാവിൻ്റെ സാന്നിധ്യം ഇല്ലാതെ നമുക്ക് എങ്ങനെയാണ് നാഗങ്ങളെ ആരാധിക്കാൻ സാധിക്കുക? അവരുടെ ജീവനോട് കൂടിയിട്ടുള്ള സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കുന്ന, പ്രത്യക്ഷത്തിൽ ആ ഈശ്വരനെ നമുക്ക് കണ്ടു പ്രാർത്ഥിക്കാൻ സാധിക്കുന്ന കേന്ദ്രങ്ങളായിരുന്നു ഈ പറഞ്ഞ കാവുകളൊക്കെ തന്നെ, വിശേഷിച്ച് നാഗക്കാവുകൾ. ഇന്ന് പല സ്ഥലത്തും നമ്മൾ കാണുന്നത് കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്കുള്ളിലിരിക്കുന്ന ചിത്രകൂടങ്ങളും നാഗരാജാവായിട്ടുള്ള വാസുകിയും അനന്തനും ഒക്കെയാണ്. അതൊക്കെ പൂർണ്ണതോതിൽ ആ ചൈതന്യം അവിടെ ഉണ്ടോ എന്ന് പറയാൻ ഞാൻ ആളല്ല. എങ്കിലും അവരൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവും ആ പഴയ കാവ് സങ്കല്പത്തിലേക്ക് ഒന്ന് തിരിച്ചു പോകാൻ സാധിച്ചിരുന്നെങ്കിലെന്ന്. അതുകൊണ്ട് സനാതനധർമ്മത്തിൽ കാവുകളുടെ പാരമ്പര്യം വളരെ വലുതാണെന്ന് മനസ്സിലാക്കി നമ്മളുടെ നിലവിലുള്ള കാവുകളെ സംരക്ഷിക്കാനും കൂടുതൽ കാവുകൾ ഉണ്ടാക്കാനും നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ. ചില പ്രത്യേക ക്ഷേത്രങ്ങളിലെ നിത്യസന്ദർശകരായിരിക്കും. അവിടുത്തെ പശ്ചാത്തലവും അവിടുത്തെ മൂർത്തിയും അവരുടെ മനസ്സിന് നൽകുന്ന ശാന്തിയും സമാധാനവും മറ്റൊരിടത്തു നിന്നും കിട്ടില്ല. ജീവിതത്തിലെ സങ്കീർണങ്ങളായ മുഹൂർത്തങ്ങളിൽ അവർ ആ ദേവതയെ വിളിച്ചായിരിക്കും പ്രാർത്ഥിക്കുക. അവരുടെ മനസ്സിലെ ദൈവസങ്കല്പം മുഴുവൻ ആ ക്ഷേത്രത്തിലും അവിടുത്തെ മൂർത്തിയും കൂടി ചേർന്നിരിക്കും. ശക്തമായ ഇത്തരം ആത്മബന്ധം നൽകുന്ന കരുത്തും വിശ്വാസവും ചില്ലറയല്ല. ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. പുണ്യഭൂമികളിലൂടെ ഒഴുകുന്ന നദികളൊക്കെയും പുണ്യനദികളാകുന്നു. അങ്ങനെ ഇവിടെ സംഗമിക്കുന്ന നദികളെല്ലാം മോക്ഷദായനികളുമാകുന്നു. ഇവിടെ പമ്പയും മണിമലയാറും സംഗമിക്കുന്ന ഒരു പുണ്യദേശം സാക്ഷാൽ പരാശക്തി കുടികൊള്ളുന്ന ചക്കുളത്തുകാവ് തന്നെയാണ്. പുരാണങ്ങളിൽ പറയുന്ന ദേവിയുടെ നഗരമായ ശ്രീനഗരം പോലെ ദിവ്യശോഭയാർന്ന പുണ്യഭൂമി തന്നെയാണ് ചക്കുളത്തുകാവ്. സദാ ദേവീനാമം ഉരുവിട്ട് നിൽക്കുന്ന ചക്കുളത്തുകാവിലെ ഓരോ തന്മാത്രകളിലും ദേവീ ചൈതന്യം നിറഞ്ഞു തുളുമ്പുന്നുവെന്നാണ് ഭക്തജനങ്ങളുടെ വിശ്വാസം. ശരണം വിളികളുമായി ശബരിമലയിലേക്ക് ഭക്തജനങ്ങൾ ഒഴുകുന്നത് പോലെ തന്നെയാണ് സ്ത്രീകളുടെ ഏറ്റവും വലിയ വിശ്വാസ കേന്ദ്രങ്ങളിലൊന്നായ ചക്കുളത്തുകാവിലേക്ക് ഭക്തജനങ്ങൾ ഒഴുകിയെത്തുന്നത്. കുട്ടനാടിന്റെ സമീപ പ്രദേശങ്ങളിലൊന്നായ ചക്കുളത്തുകാവ് കുട്ടനാടിന്റെ മനോഹാരിത പോലെ അഴകാർന്ന ഭൂമി തന്നെയാണ്. സമൃദ്ധമായ കാർഷിക സംസ്കാരത്തിന്റെ പിൻതലമുറക്കാർ തന്നെയാണ് ഈ ദേശവാസികൾ. ദേവിയുടെ വൈഭവ കഥകൾ അറിഞ്ഞനുഭവിക്കാൻ കഴിയുന്നിടങ്ങളൊക്കെ ഭൂമിയിലെ ദിവ്യ ചൈതന്യം നിറഞ്ഞ ഭൂപ്രദേശങ്ങൾ തന്നെയാണ്. ഇന്ന്
ലോകത്താകമാനമുള്ള മലയാളികളുടെ ഹൃദയത്തിലെ പുണ്യഭൂപടങ്ങളിലൊന്നായ ചക്കുളത്ത് ദേവീ ചരിത്രം തുടങ്ങുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്. ഭാരതത്തിന്റെ ഇതര ഭാഗങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ ക്ഷേത്രങ്ങൾക്ക് വളരെയേറെ പ്രത്യേകതകളുണ്ട്. ഇവിടത്തെ അതിപുരാതനവും സുപ്രസിദ്ധവുമായ ക്ഷേത്രങ്ങളിലൊന്നാണ് നീരേറ്റുപുറം ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രം. കരതേടും ഓളങ്ങൾ പോലെ ചക്കുളത്തുകാവ് ദേവീക്ഷേത്രത്തിന്റെ ചരിത്രവുമായി അടുത്തുള്ള സ്ഥലങ്ങളിലെ പേരിനു പോലും ബന്ധമുണ്ട്. വനമധ്യത്തിലുണ്ടായിരുന്ന കുളത്തിലെ വെള്ളത്തിന് ചക്കരയുടെ സ്വാദായിരുന്നു. അതുകൊണ്ട് അതിനെ ചക്കരക്കുളമെന്ന് വിളിച്ചുപോന്നു. ചക്കരക്കുളം ലോപിച്ച് ചക്കുളമായി. ചിതൽപുറ്റിൽ വിഗ്രഹത്തോടൊപ്പം കണ്ട വെള്ളമേറ്റി വരുന്ന സ്ഥലത്തിന് നീരേറ്റുപുറമെന്നും പേര് വന്നു. ക്ഷേത്ര പുനരുദ്ധാരണം 1981 നടത്തി. അഷ്ടബാഹുക്കളോടുകൂടിയ വനദുർഗയുടെ സ്വരൂപ വിഗ്രഹം ഇപ്പോൾ മൂലവിഗ്രഹത്തോട് ചേർത്താണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ശിവൻ, ശാസ്താവ്, വിഷ്ണു, ഗണപതി, മുരുകൻ, യക്ഷി, സർപ്പദൈവങ്ങൾ, നവഗ്രഹങ്ങൾ തുടങ്ങിയ ഉപദേവതാ പ്രതിഷ്ഠകളും ഇവിടെ നടത്തിയിട്ടുണ്ട്. ചക്കുളത്തുകാവിലമ്മയുടെ ഇന്നു കാണുന്ന ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്ന അതേ സ്ഥാനത്തു തന്നെയായിരുന്നു 4000 വർഷങ്ങൾക്ക് മുൻപ് വേടൻ കണ്ട കുളവും ചിതൽപുറ്റും സ്ഥിതി ചെയ്തിരുന്നത്. ഈ ചിതൽപുറ്റുടച്ച് ശ്രീ നാരദ മഹർഷി ആദിപരാശക്തിയായ ശ്രീ ദുർഗാ ഭഗവതിയുടെ സ്വയംഭൂവായ മൂലവിഗ്രഹം വേട കുടുംബത്തിനായി പ്രതിഷ്ഠിച്ചു കൊടുത്ത ഈ സ്ഥാനം അതുതന്നെയാണ് ചക്കുളത്തുകാവിലമ്മയുടെ മൂലസ്ഥാനം. കുളം നികത്തിയ സ്ഥലത്താണ് ഇപ്പോൾ ശ്രീകോവിലിരിക്കുന്നത്. ചിതൽപുറ്റു കണ്ട കുളക്കരയിൽ കരുണാമൃത രൂപമായി ദേവി അഷ്ടൈശ്വര്യ ദേവതയായി ശക്തി സ്വരൂപിണിയായി വിരാജിച്ചരുളുന്നു. അതിവിശിഷ്ടമായ ആചാരാനുഷ്ഠാനങ്ങളാണ് ചക്കുളത്ത് ക്ഷേത്രത്തിൽ നടത്തിവരുന്നത്. ശിവശക്തി സംഗമമാണ് പ്രപഞ്ചം. പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിനു കാരണമായ ശക്തിഭാവമായ സ്ത്രീകൾക്ക് വേണ്ടി ചക്കുളത്തുകാവിൽ നടത്തുന്ന അതിമഹത്തായ പൂജകളിലൊന്നാണ് നാരീപൂജ. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിലെത്തുന്ന ഓരോ സ്ത്രീകൾക്കും ഇവിടെ ദേവീഭാവം തന്നെയാണ്. പട്ടമന ഇല്ലത്തെ തിരുമേനിമാരാണ് ചക്കുളത്തമ്മയുടെ പൂജാതി കർമ്മങ്ങളും താന്ത്രിക ക്രിയകളും നടത്തുന്നത്. ആദ്യ കുടുംബക്ഷേത്ര നടയിൽ വിളക്ക് വച്ച് വന്നിച്ച് പ്രാർത്ഥിച്ച ശേഷം വാദ്യമേളങ്ങളുടെയും കുത്തുവിളക്കിൻ്റെയും അകമ്പടിയോടെ നാലമ്പലം പ്രദക്ഷിണം വച്ച് ഉപദേവന്മാരെ വന്ദിച്ച് ശ്രീകോവിലിനു നടയിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്ത് നട തൊട്ടു തൊഴുന്നു. ശേഷം നട തുറന്ന് മഹാദേവിയായ അമ്മയ്ക്ക് പൂജാതി കർമ്മങ്ങൾ നടത്തുന്നു. ചക്കുളത്തമ്മയുടെ ഭക്തരും ഉപാസകരും മലയാള മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച ദിവസം ഈ തിരുനടയിൽ ഒത്തുചേരുന്നു. പാട്ടും ആട്ടവും കൂട്ടം കൂടിയുള്ള വിളിച്ചുചൊല്ലി പ്രാർത്ഥനയും നടത്തി ആദിപരാശക്തിയായ ചക്കുളത്തമ്മയുടെ സന്തോഷവും അനുഗ്രഹവും ഏറ്റുവാങ്ങുന്നു. ത്രിമൂർത്തികളും സകല ദേവീ ചൈതന്യങ്ങളും ആദ്യ വെള്ളിയാഴ്ച ദിവസം ചക്കുളത്തമ്മയെ പൂജിക്കുന്നു. ഈ സങ്കല്പമുള്ളതിനാൽ ആദ്യ വെള്ളിയാഴ്ച ദിവസം ചക്കുളത്തമ്മയുടെ തിരുസന്നിധിയിൽ മാത്രമേ വിളിച്ചുചൊല്ലി പ്രാർത്ഥന നടത്തുവാൻ പാടുള്ളൂ. ഈ വിശ്വാസം ഇന്നും ആചരിച്ചു പോരുകയാണ്. അടിയന്റെ ഹൃദയം പോലെ
ക്ഷേത്രത്തിനു പുറത്തായി ഒരു ഹനുമാൻ ക്ഷേത്രവും പുതുതായി നിർമ്മിച്ചിട്ടുണ്ട്. ഭീമാകാരമായ ആഞ്ജനേയ പ്രതിഷ്ഠ ഭക്തർക്ക് പ്രത്യേക കാഴ്ചാനുഭവം തന്നെയാണ് സമ്മാനിക്കുന്നത്. ഹനുമാൻ സ്വാമിയുടെ ഈ പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ നിരവധി സവിശേഷ പൂജകളും ഭക്തർ സമർപ്പിക്കുന്നു. ഒരു സമയപരിധിക്കുള്ളിൽ പറഞ്ഞു തീർക്കാൻ കഴിയുന്നതല്ലല്ലോ ചക്കുളത്തമ്മയുടെ വൈഭവ കഥകൾ. അമ്മയുടെ ശക്തിവിശേഷങ്ങളും അവതാര കഥകളുമൊക്കെ കാലം പോലെ തന്നെ അനാദിയാണ്. ആദിപരാശക്തിയായ ദേവിയിൽ നിന്നു തന്നെയാണ് സമസ്ത ദേവഭാവങ്ങളും ഉത്ഭവിക്കുന്നത്. ദേവി കാളിയായും ദുർഗയായും ലക്ഷ്മിയായും പല യുഗങ്ങളിലും അവതരിക്കുന്നു. തിന്മകളിൽ നിന്നും നന്മകളിലേക്ക് നയിക്കുന്ന ദേവിയുടെ അവതാരങ്ങൾ നിരവധി സന്ദേശങ്ങളും അനുഗ്രഹങ്ങളുമാണല്ലോ ലോകത്തിന് നൽകിയിട്ടുള്ളത്. ദേവി ദയാമയി, ദേവി കൃപാമയി, നീ എന്നിൽ കൂടി ചിന്തിക്കണമേ, എന്നിൽ കൂടി പ്രവർത്തിക്കണമേ. എൻ്റെ ആത്മബോധങ്ങളിൽ നിന്റെ നാമം നിറഞ്ഞു നിൽക്കണമേ. അണയാനാളും ദീപം അടിയന്റെ ഹൃദയം പോലെ പടുതിരിയാകും മുൻപേ എണ്ണയൊഴിച്ചു തെളിക്കുക ദേവി അണയാനാളും ദീപം. അങ്ങനെ ചക്കുളത്ത് ദേവീ ദർശനം പുണ്യദർശനമാകുമ്പോൾ ദേവിയുടെ സർവഭാവങ്ങളും ഭക്തമാനസങ്ങളിൽ നിറയുന്നു. ഒരു താങ്ങുമില്ലാതെ കേവലം സൂര്യന്റെ ആകർഷണ ബലത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമി, അതിനുള്ളിലാകട്ടെ തിളച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക രൂപത്തിലുള്ള പദാർത്ഥങ്ങൾ, അന്തരീക്ഷത്തിൽ നാം അറിയാതെ പടർന്നുകിടക്കുന്ന ബഹുശതം രോഗാണുക്കളും വിനാശകരമായ വാതകങ്ങളും രശ്മികളും, അവർക്കിടയിൽ തികച്ചും അസ്ഥിരമായി ജീവിക്കുന്ന നമ്മൾ പരസ്പരം മത്സരിക്കുന്നത് എത്ര അപഹാസ്യമാണ്. ക്ഷണിക ജീവിതം സ്നേഹത്താൽ സുന്ദരമാക്കുക. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി.